വർക്കലയിൽ ട്രെയിനിൽ ആക്രമിക്കപ്പെട്ട സ്ത്രീക്കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. നിലവിലെ ചികിത്സ തുടരാനാണ് ഡോക്ടേഴ്സിന്റെ തീരുമാനം. ഇക്കാര്യം പെൺകുട്ടിയുടെ കുടുംബത്തെ അറിയിച്ചു. മേഘന മുരളി വിവരങ്ങൾ വെച്ചിരുന്നു. മേഘന, ആക്ച്വൽ എന്താണ് ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയെ പറ്റി പറയുന്നത്? അപകടനില തരണം ചെയ്തില്ല എന്നുണ്ടോ മേഘന? കാശ്മീർ ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. അപകടനില തരണം ചെയ്തു എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ അറിയിക്കുന്നത്. അതിൽ 24 മണിക്കൂർ കൂടി സമയം നിരീക്ഷണത്തിലാണ്. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഈ ശ്രീകുട്ടി അതിജീവിക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇപ്പോൾ 9 അംഗ ഡോക്ടർമാരുടെ സംഘമാണ് ഇപ്പോൾ ശ്രീകുട്ടിയെ പരിശോധിക്കുന്നത്. അതിൽ ഇവർ ഇന്ന് രാവിലെ തന്നെ ശ്രീകുട്ടിയെ പരിശോധിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് നിലവിലെ ചികിത്സ തുടരാനാണ് ഡോക്ടർമാർ തീരുമാനം. അതിൽ ക്രിട്ടിക്കൽ ഐസിയുവിൽ തന്നെ ശ്രീകുട്ടി, മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ക്രിട്ടിക്കൽ ഐസിയുവിൽ തന്നെ പെൺകുട്ടി തുടരും. അതിനുശേഷം 24 മണിക്കൂർ കൂടി നിലവിൽ നൽകുന്ന ചികിത്സ തുടരാനാണ് തീരുമാനം. ഇപ്പോഴും ശ്രീകുട്ടിക്ക് പൂർണ്ണമായും ബോധം വന്നിട്ടുമില്ല. ഒരു പ്രതികരണമോ അല്ലെങ്കിൽ അങ്ങനൊരു റെസ്പോൺസ് ശ്രീകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. അതിൽ നേരത്തെ തന്നെ പെൺകുട്ടിയുടെ കുടുംബം, അമ്മയടക്കമുള്ളവർ വലിയ ആശങ്ക അറിയിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യ വിവരങ്ങളോ അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കുടുംബത്തെ അറിയിക്കുന്നില്ല എന്ന രീതിയിലുള്ള പരാതികളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് കുടുംബത്തെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി, ഇപ്പോൾ എന്താണ് ഈ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി എന്ന കാര്യമടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ അമ്മയുമായും സംസാരിച്ചു. അമ്മയും പറയുന്നത് തനിക്ക് പ്രതീക്ഷയുണ്ട്, ഇന്നലത്തെക്കാളും ഒരു ബെറ്ററായ രീതിയിലേക്ക് ശ്രീകുട്ടി വരുന്നു എന്ന് തോന്നുന്നു എന്ന രീതിയിലുള്ള പ്രതികരണം അമ്മയും നടത്തുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷിക്കാം, അത് പുതിയ ജീവിതത്തിലേക്ക് ശ്രീകുട്ടി ഉടൻ തന്നെ മടങ്ങിയെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കുടുംബവും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും പങ്കുവയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.